കലിയുഗവരതനായ കൺകണ്ട ദൈവമായ സ്വാമി അയ്യപ്പൻ്റെ മുന്നിലേക്ക് ശ്രീധർമ്മശാസ്താവിൻ്റെ മുന്നിലേക്ക് നീലിമല താണ്ടിക്കൊണ്ട് രാഷ്ട്രപതി എത്താനുള്ള ഒരു ക്രമീകരണങ്ങൾ, ആ രാഷ്ട്രപതി എത്താനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ ഈ ഒരു പ്രമാടത്തേക്ക്, ഈ ഒരു പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. എന്തായാലും വിശ്വാസികളെ സംബന്ധിച്ചോളം, ഭക്തരെ സംബന്ധിച്ചോളം രാഷ്ട്രപതി തന്നെ നേരിട്ടെത്തുന്നു. ശബരിമലയുടെ ഖ്യാതി അങ്ങ് ലോകത്തിന് നെറുകയിൽ നിൽക്കുന്നു. ഇനി അടുത്ത് വരാൻ പോകുന്നത് മണ്ഡലകാലമാണ്. ആ മണ്ഡലകാലത്തെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ ദിവസവും സന്നിധാനത്തേക്ക് എത്തുന്നത്. ആ ഒരു ഇനിയൊരു മണ്ഡലകാലമാണ് ഇനി ശബരിമല നട തുറക്കുന്നത്. ഇന്ന് ഹരിവരാസനം പാടി നടയടച്ചാൽ അടുത്ത ഇനി തുറക്കുക മണ്ഡലകാലത്തിലേക്കാണ്. പുണ്യം നിറയുന്ന മണ്ഡലകാലത്തിലേക്കാണ്, പരിശുദ്ധമായ പരിപാവനമായ മണ്ഡലകാലത്തേക്കാണ്. അതിന് തൊട്ട് മുമ്പാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നേരിട്ടെത്തി ശബരിമലയിലേക്ക് ദർശനം നടത്തുക. ഭഗവാന്റെ കടാക്ഷത്തിനായി മനസ്സുരുകി പ്രാർത്ഥിക്കുക, രാജ്യത്തിൻ്റെ നന്മയ്ക്കായി മനസ്സുരുകി പ്രാർത്ഥിക്കുക. എന്തായാലും ആ ഒരു ക്രമീകരണങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ മാർഗം രാഷ്ട്രപതി ഈ പത്തനംതിട്ടയുടെ മണ്ണിലേക്ക്, ഈ പത്തനംതിട്ട സ്റ്റേഡിയത്തിലേക്ക്, പ്രമാടത്തെ ഈ സ്റ്റേഡിയത്തിലേക്ക് ഹെലികോപ്റ്റർ ഇറങ്ങുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയാണ് ഹെലിപ്പാഡിലേക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കലിയുഗവരതനെ കാണുവാനായിട്ട് രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗര നേരിട്ടെത്തുകയാണ്. അതും ശബരിമലയിലേക്ക് മല കയറി അയ്യനെ കാണുവാനായിട്ട് എത്തുകയാണ്. അതാണ് ശബരിമലയുടെ മാത്രം പ്രത്യേകത, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ മാത്രം പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരായാലും, എത്ര വലിയവനായാലും അയ്യപ്പനെ കാണണമെങ്കിൽ മലമുകളിൽ എത്തണം. ആ പ്രഥമ പൗര തന്നെ ആ ആചാരങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം ശബരിമലയിലേക്ക് എത്തുകയാണ്. അതാ ആ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പത്തനംതിട്ടയുടെ മണ്ണിലേക്ക്, അയ്യപ്പൻ്റെ മണ്ണിലേക്ക് താഴ്ന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ അല്പസമയത്തിനകം തന്നെ എന്തായാലും രാഷ്ട്രപതി ആ ഹെലികോപ്റ്ററിൽ നിന്നും ആ മണ്ണിലേക്ക് ഇറങ്ങും, അയ്യപ്പൻ്റെ മണ്ണിലേക്ക് ഇറങ്ങും, പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് ഇറങ്ങും. അതിനുശേഷം ഒട്ടും വൈകിക്കാതെ തന്നെ വാഹനവ്യൂഹത്തിലേറി ശബരിമലയിലേക്ക് യാത്ര തിരിക്കുന്നുണ്ടാവും. തീർച്ചയായും ആ ഒരു ദർശനത്തിന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കലിയുഗവരതനായ പന്തള രാജകുമാരനായ ശബരിമല ധർമ്മശാസ്താവിൻ്റെ മുന്നിലേക്ക് അയ്യനെ വണങ്ങുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് വ്രതം നോറ്റുകൊണ്ട് മാലയിട്ടുകൊണ്ട് ഈ ഒരു മണ്ണിലേക്ക് രാഷ്ട്രപതി എത്തുന്നത്. എന്തായാലും ഇവിടെ വാഹന വ്യൂഹങ്ങളൊക്കെ തന്നെയും ഇവിടെ കൃത്യമായി തന്നെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സുരക്ഷാ പരിശോധനകളൊക്കെ തന്നെയും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ രാഷ്ട്രപതിയുടെ എത്തും. ഇതിനുശേഷമായിരിക്കും ഇതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കുക. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോകുന്ന വഴികളിലൊക്കെ തന്നെയും കൃത്യമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട്, പഴുതടച്ചുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട്, പരാതിരഹിതമായി സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള ഒരു നടപടികളാണ് ഈ ഒരു മണിക്കൂറിലൊക്കെ തന്നെയും ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആദ്യ ഹെലികോപ്റ്റർ ഈ ഒരു സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ രാഷ്ട്രപതി അടക്കം ഇവിടേക്ക് എത്തും. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെയും ഇവിടെ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചോളം ശബരിമലയുടെ ഖ്യാതി അത് ലോകത്തിൻ്റെ നെറുകയിലാണ് നിൽക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് ഈ എത്തുക കൂടി ചെയ്യുന്നത്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാവിധ സുരക്ഷാ പരിശോധനകളൊക്കെ തന്നെയും ഈ ശബരിമല സന്നിധാനത്ത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെയും ഒരുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് സന്നിധാനം പൂർണ്ണമായും കേന്ദ്ര സേനകളുടെ നിരീക്ഷണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി സുരക്ഷാ സേനകളടക്കം എത്തിയ ഒരു ഹെലികോപ്റ്ററിൻ്റെ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കാണുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ രാഷ്ട്രപതി അയ്യൻ്റെ മണ്ണിലേക്ക്, പരമപവിത്രമായ അയ്യൻ്റെ മണ്ണിലേക്ക്, പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് ഇപ്പോൾ ഇറങ്ങും. അതിനുശേഷം ആചാരങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് ഇരുമുടി ഏന്തിക്കൊണ്ട് ശബരിമല ദർശനത്തിനായി ഒരു തയ്യാറെടുപ്പുകൾ തന്നെയാണ്. കലിയുഗവരതന് മുന്നിലേക്ക്, പന്തള രാജകുമാരന് മുന്നിലേക്ക്, ശ്രീ ധർമ്മശാസ്താവിന് മുന്നിലേക്ക് രാഷ്ട്രപതി എത്തുകയാണ്. തീർച്ചയായിട്ടും എന്തായാലും
ആദ്യ ഹെലികോപ്റ്ററാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് ഉദ്യോഗസ്ഥരും രാഷ്ട്രപതിയുടെ ഒപ്പമുള്ള ഉദ്യോഗസ്ഥരുമൊക്കെയാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. 3 ഹെലിപാഡുകളാണ് ഇവിടെ പ്രമാണത്ത് ഈ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ഒരു ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇനി രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കൂടി എത്തിച്ചേരാനുണ്ട്. അല്പസമയത്തിനകം തന്നെ അതും എത്തിച്ചേരും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ വരവിന് വേണ്ടി പത്തനംതിട്ട. കാരണം ശബരിമലയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്, ഭാരതത്തിലെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. മുമ്പ് വി ഗിരി അടക്കമുള്ള ആളുകൾ രാഷ്ട്രപതി എത്തിയിട്ടുണ്ട്. എന്തായാലും രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ശബരിമലയിൽ ദർശനം നടത്തുവാനായിട്ട് എത്തുന്നത്. എന്തായാലും ആ ഒരു നിമിഷത്തിന് വേണ്ടി കണ്ണു നട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം അയ്യപ്പ ഭക്തരടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ശബരിമല അത്രത്തോളം വികാരപരമായിട്ടുള്ള ഒരു ഓരോ ഹൈന്ദവ വിശ്വാസികൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും ശബരിമല അത്രത്തോളം രണ്ടാമത്തെ ഹെലികോപ്റ്ററും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും അല്പസമയത്തിനകം തന്നെ ലാൻഡിംഗ് സ്ഥാനത്തേക്ക് എത്തുകയാണ്. എന്തായാലും ഈ ഹെലികോപ്റ്ററിനുള്ളിലാണോ രാഷ്ട്രപതി ഉള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ ഹെലികോപ്റ്റർ ഇറങ്ങി, അതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇറങ്ങി, അതിനുശേഷം അത് ഇവിടെ നിന്നും പറന്നു പൊങ്ങി. രണ്ടാമത്തെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിനായിട്ട് താഴ്ന്ന് പറക്കുകയാണ്. എന്തായാലും ബാക്കി ക്രമീകരണങ്ങളൊക്കെ ഇവിടെ പൂർത്തിയാണ്. അത് രാഷ്ട്രപതി ഇറങ്ങിയാൽ ഉടൻ തന്നെ വാഹനത്തിലേക്ക് കയറും. അതിനുശേഷം പെട്ടെന്ന് തന്നെ പമ്പയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടി ഇവിടേക്ക് എത്തുകയാണ്. ആദ്യ ഒരു ഹെലികോപ്റ്റർ എത്തിയിരുന്നു. അതിനുശേഷം ഇതാ 2 ഹെലികോപ്റ്റർ കൂടി ഇതാ എത്തിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി ഉണ്ടാകും. ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ട് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇവിടേക്ക് പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് ഇവിടെ പറന്നിറങ്ങുകയാണ്. ഇനിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പവിത്രമായ, ഏറ്റവും പരിപാവനമായ ശബരീശ ദർശനത്തിലേക്ക് പോകാനുള്ള ആ ഒരു സമയം. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ട് എന്തായാലും രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഇവിടേക്ക് താഴ്ന്നിറങ്ങുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ആകാംക്ഷയോടെ തന്നെയാണ് പത്തനംതിട്ട നിവാസികളൊക്കെ തന്നെയും ഇതിനെ കാണുകയെന്നത്. അതോടൊപ്പം തന്നെ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചോളം രാഷ്ട്രപതി തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ്, ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഹെലികോപ്റ്ററും ഹെലിപ്പാഡിലേക്ക് താഴുകയാണ്. ഈ ഹെലികോപ്റ്ററിലായിരിക്കാം രാഷ്ട്രപതി ഉള്ളതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ പൂർണ്ണമായിട്ടും തയ്യാറായി നിൽക്കുക തന്നെയാണ് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ. ഒപ്പം ഈ മൈതാനത്തിന് ചുറ്റും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. അതീവ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ ഭാഗങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. പോലീസ് മാത്രമല്ല, കേന്ദ്രസേന അടക്കമുള്ള ആളുകളുണ്ട്, അഗ്നിരക്ഷാ സേന അടക്കമുള്ള ആളുകൾ പൂർണ്ണമായിട്ടും സജ്ജമായി തന്നെ നിൽക്കുകയാണ്. രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററാണ് എന്ന് മനസ്സിലാക്കുന്നു. അത് ഹെലിപ്പാഡിലേക്ക് തൊടുകയാണ്, പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ, ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്ററിലാണ് രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗര ശബരീശ ദർശനത്തിനായിട്ട് പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി നിമിഷങ്ങളോ മണിക്കൂറുകളോ മാത്രമാണ് അവശേഷിക്കുന്നത് ശബരീശ സന്നിധിയിലേക്ക് രാഷ്ട്രപതി, ഭാരതത്തിൻ്റെ പ്രഥമ പൗര ദ്രൗപദി മുർമു എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി, നേരത്തെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പലതവണ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും അതോടൊപ്പം തന്നെ ട്രയൽ റൺ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തു. അങ്ങനെ ദിവസങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിൽ തന്നെയായിരുന്നു ഈ സുരക്ഷാ സേനകളും അതോടൊപ്പം തന്നെ മറ്റ് അധികൃതരും ഒക്കെ തന്നെ. എന്തായാലും ആ ഹെലികോപ്റ്റർ കൂടി ഈ ഒരു ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് മൂന്നാമത്തെ ഹെലികോപ്റ്റർ കൂടി ഇവിടേക്ക് പറന്നിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. അതെ, മൂന്ന് ഹെലികോപ്റ്ററുകളും എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഇപ്പോൾ വന്നിട്ടുള്ള 2 ഹെലികോപ്റ്ററുകൾ, ഒന്നിൽ രാഷ്ട്രപതിയുണ്ട്. ആ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കി ഉദ്യോഗസ്ഥരും അധികൃതരുമൊക്കെ ഇവിടെ തയ്യാറായി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കൃത്യമായിട്ട് സുരക്ഷ വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ നടപടികളൊക്കെ ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലയ്ക്കൽ ഇറങ്ങാൻ സാധിക്കാത്ത ആ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ പത്തനംതിട്ട നഗരത്തോട് ചേർന്നിട്ടുള്ള പ്രമാണത്ത് ഹെലികോപ്റ്റർ ഇറക്കിയിരിക്കുകയാണ്. തീരുമാനങ്ങളൊക്കെ ദ്രുതഗതിയിലായിരുന്നു, നടപടികളും ദ്രുതഗതിയിലായിരുന്നു. ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനായിട്ട് സുരക്ഷാ സേനകൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അത്രത്തോളം സുരക്ഷ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട നഗരം പൂർണ്ണമായിട്ടും ഈ സമയത്ത് സുരക്ഷാ വലയത്തിൽ തന്നെയാണ്, അതീവ സുരക്ഷാ വലയത്തിൽ തന്നെയാണ്, പഴുതടച്ച സുരക്ഷ തന്നെയാണ്. കാരണം VVIP ആണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രഥമ പൗര രാഷ്ട്രപതിയാണ് പത്തനംതിട്ടയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.
ഇനി എന്തായാലും ശബരിമലയിലേക്ക് ഉള്ള യാത്രയാണ് ദ്രൗപദി മുർമുവിൻ്റെ. അതും ഏറെ വൈകാരികമാണ്, ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ശബരിമല സംബന്ധിച്ച് അത്രത്തോളം വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കാരണം അനിവാര്യമായിട്ടുള്ളൊരു ഘട്ടത്തിൽ തന്നെയാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുന്നത് എന്നുള്ള വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. എന്തായാലും ഈ ഹൈന്ദവ വിശ്വാസികളെയും അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയും അയ്യപ്പനും അത്രത്തോളം അവരുടെ മനസ്സിലുള്ള വികാരമാണ്. എന്തായാലും ഭാരതത്തിൻ്റെ പ്രഥമ പൗരയ്ക്കും ആ നിലയിൽ തന്നെയാണ് അയ്യപ്പനെ കാണുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം കൺകണ്ട ദൈവമാണ് ശബരീശൻ, കൺകണ്ട ദൈവമാണ്, കലിയുഗ വരദനാണ് ശബരീശൻ. ഒരുപാട് കോടി ഭക്തരുടെ ആശ്രയ കേന്ദ്രമാണ്, അഭയ കേന്ദ്രമാണ് ശബരീശ സന്നിധി. ഒരു നോക്ക് കാണാൻ, ഭഗവാനെ ഒരു നോക്ക് കാണാൻ മാലയിട്ട് നോമ്പ് നോറ്റ വ്രതമെടുത്ത് മല കയറുന്ന ഭക്തർക്കിടയിലേക്കാണ്, ആ ഭക്തർ അടുത്ത ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുന്നോടിയായുള്ള ഈ മാസപൂജയുടെ ഏറ്റവും ഒടുവിലത്തെ ിലേക്കാണ് ഈ രാഷ്ട്രപതി എത്തുന്നത്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വിവാദങ്ങളുടെ ചുഴിയിലേക്ക്, ഭക്തരുടെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലേക്കുള്ള വിവാദങ്ങളുടെ ചുഴിയിലേക്ക് ശബരിമലയെ സംരക്ഷിക്കേണ്ട, ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ട അധികൃതർ തന്നെ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെ, ദേവസ്വം ബോർഡ് തന്നെ ഈ അഴിമതികൾക്കൊക്കെ തന്നെയും വിശ്വാസം കച്ചവടമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ തന്നെയും ഈ വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന അവസ്ഥയിലേക്കൊക്കെ തന്നെ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ഒരു മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരേ ഒരു കാര്യം, രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം അങ്ങ് അയ്യൻ്റെ പൂങ്കാവനത്തിലേക്ക് എത്തുന്ന ആ ഒരു കാഴ്ചയാണ്. അയ്യൻ്റെ പൂങ്കാവനത്തിലൂടെ രാഷ്ട്രപതി പ്രത്യേകം വാഹന വ്യൂഹത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലൂടെ അങ്ങ് യാത്ര ചെയ്യും. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു വാഹന വ്യൂഹത്തിലേക്ക് രാഷ്ട്രപതി കയറും. അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ഔദ്യോഗികമായി പത്തനംതിട്ട ജില്ലയിലേക്ക് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ സ്വീകരിക്കുകയും ചെയ്യും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും, എന്തായാലും ഏറ്റവും ഉചിതമായ ഒരു കാലാവസ്ഥയായിരുന്നു ഇവിടെ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും നിലയ്ക്കൽ അത്ര ഒരു കാലാവസ്ഥയായിരുന്നില്ല. കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം, വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ ആ സമയങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മഞ്ഞിൻ്റെ സാന്നിധ്യം, അങ്ങനെ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്തായാലും രാഷ്ട്രപതി ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ ഒരു തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നും ഔദ്യോഗികമായി സ്വീകരിക്കാനുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടേക്ക് രാഷ്ട്രപതിയെ ഈ ഹെലിപ്പാഡിലേക്ക് എത്തി സ്വീകരിക്കാനുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നും, പ്രമാടത്ത് നിന്നും, ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും നമുക്ക് തത്സമയം നൽകാൻ കഴിയുന്നത്. എന്തായാലും ഭക്തി നിർഭരമായ ഏറ്റവും പരിപാവനമായ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. രാഷ്ട്രപതി തന്നെ നേരിട്ട് ശബരിമലയിലേക്ക് എത്തുന്നു. അയ്യൻ്റെ പൂങ്കാവനത്തിലൂടെ വ്രതമെടുത്ത് മാലയിട്ടുകൊണ്ട് ഇരുമുടി കെട്ടേന്തിക്കൊണ്ട് പമ്പയിൽ, പുണ്യനദിയായ പമ്പയുടെ തീരത്തു നിന്നും ആ ഒരു യാത്ര തുടങ്ങുന്നു. പ്രത്യേകം തയ്യാറാക്കിയ ഗൂർഖ വാഹനങ്ങളിൽ കൃത്യമായ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും, എന്തായാലും രാഷ്ട്രപതിക്കുള്ള വാഹന വ്യൂഹങ്ങളൊക്കെയും തയ്യാറ് ആയി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ക്രമീകരണങ്ങളാണ് ഇവിടെ ഈ തത്സമയമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അവരെ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഒക്കെ ഹെലികോപ്റ്ററിന് തൊട്ട് സമീപം തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കായിട്ടുള്ള സുരക്ഷാ വാഹനങ്ങൾ ഹെലികോപ്റ്ററിന് സമീപത്തേക്ക് എത്തിച്ചിരിക്കുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അയ്യപ്പൻ്റെ മണ്ണിലേക്ക് കാൽ ചവിട്ടും. എന്തായാലും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. ബാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി രാഷ്ട്രപതിയുടെ ആ ഒരു ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. ബാക്കി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ, ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ വാഹന വ്യൂഹത്തിൽ പമ്പയിലേക്കുള്ള യാത്ര തിരിക്കും. പത്തനംതിട്ടയിൽ നിന്നും പെരുന്നാട് വഴി, ഇലവുങ്കൽ വഴി, നിലയ്ക്കൽ വഴി പമ്പയിലെത്തി അവിടെ പമ്പയിൽ ബാക്കി ആചാരപരമായിട്ടുള്ള കെട്ടുനിറയ്ക്കൽ അടക്കമുള്ള ചടങ്ങുകളുണ്ട്. അത് പൂർത്തീകരിച്ചതിന് ശേഷം ആചാരപൂർവ്വം തന്നെയായിരിക്കും, വിശ്വാസപൂർവ്വം തന്നെയായിരിക്കും രാഷ്ട്രപതി ശബരീശ ദർശനത്തിനായിട്ട് സന്നിധാനത്തേക്ക് പോകുന്നുണ്ടാവുക. എന്തായാലും ഭാരതത്തിൻ്റെ പ്രഥമ പൗര തന്നെ ഈ ശബരീശനെ കാണാൻ അയ്യൻ്റെ മുന്നിൽ നേരിട്ട് മല ചവിട്ടിയെത്തി. അതാ രാഷ്ട്രപതി പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക്
മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. രാഷ്ട്രപതി വാഹനത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും എല്ലാവരും പ്രതീക്ഷ പോലെ, എല്ലാവരും കാത്തിരുന്ന പോലെ ശബരീശ ദർശനത്തിനായി ഒരുപാട് തവണ മാറ്റി നിർത്തിയിരുന്നതായിരുന്നു. ഒരുപാട് തവണ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ആ പ്രത്യേക വാഹന വ്യൂഹത്തിലേക്ക് രാഷ്ട്രപതി കയറിയിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്, പത്തനംതിട്ടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് ഏറ്റവും പുണ്യമായ അയ്യൻ്റെ പൂങ്കാവനത്തിലൂടെയുള്ള ഭക്തി നിർഭരമായുള്ള ഒരു യാത്രയാണ്. പമ്പയിലെത്തി ദേഹശുദ്ധി വരുത്തി അതിനുശേഷം പമ്പാ ഗണപതിയെ വണങ്ങിക്കൊണ്ട് പമ്പാ ഗണപതിയുടെ തിരുസന്നിധിയിൽ ഇരുമുടി കേട്ട് നിറച്ചുകൊണ്ട് അയ്യൻ്റെ പൂങ്കാവനത്തിലൂടെ ശബരീശ സന്നിധിയിലേക്ക് എത്തുന്ന ഒരു സമയത്തേക്കാണ് ഇനി എല്ലാവരും കാത്തു നിൽക്കുന്നത്. ശബരീശന് മുന്നിൽ ഉച്ചപൂജ ദർശിച്ചതിന് ശേഷമായിരിക്കും തിരിച്ചുള്ള ഒരു മടക്കം. ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ശരണം വിളിച്ചുകൊണ്ട് ആയിരങ്ങൾ എത്തുന്ന ആ ഒരു മണ്ണിലേക്ക് തന്നെ, പവിത്രമായ ഒരു മണ്ണിലേക്ക്, കലിയുഗ വരദൻ്റെ മണ്ണിലേക്ക്, കാനനവാസൻ്റെ മണ്ണിലേക്ക് ഇതാ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഇതാ ഇവിടെ നിന്നും പത്തനംതിട്ടയിൽ നിന്നും മടങ്ങുകയാണ്. ആ യാത്രയിലേക്കാണ്, യാത്ര ഇവിടെ നിന്നും തുടങ്ങുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രപതി വാഹന വ്യൂഹത്തിലേക്ക് കയറി ആ വാഹനം നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം കൂടെയുണ്ട്. ഒപ്പം വലിയ വാഹന വ്യൂഹമൊക്കെ തയ്യാറായിട്ടുണ്ട്. ബാക്കി അഗ്നിരക്ഷാ സേനയുടെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും മറ്റ് കേന്ദ്രസേനയുടെയും ഒക്കെ തന്നെ അകമ്പടിയോട് കൂടിയിട്ടാണ് രാഷ്ട്രപതിയുടെ വാഹനം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. അതായത് പ്രമാണത്തെ ആ ഹെലിപ്പാഡിൽ നിന്നും വാഹന വ്യൂഹം പുറത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അത് പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവും. അതിനുശേഷം പത്തനംതിട്ടയിലെത്തി പത്തനംതിട്ട നഗരത്തിൽ കൂടിയായിരിക്കും രാഷ്ട്രപതിയുടെ യാത്ര ഉണ്ടാവുക. പത്തനംതിട്ട നഗരത്തിൽ നിന്നും നേരെ പെരുന്നാട് വഴി നിലയ്ക്കലെത്തും. നിലയ്ക്കൽ വഴി പമ്പയിലേക്ക് ആണ് എത്തിച്ചേരുന്നത്. ഈ പോകുന്ന വഴിയിലുടനീളം അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. വിവിധ സേനകളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വഴിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം അടക്കം കർശനമായിട്ട് ഈ പാതയിൽ, രാഷ്ട്രപതി സഞ്ചരിക്കുന്ന പാതയിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി രാഷ്ട്രപതിയുടെ വാഹനം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി പ്രധാന പ്രമാടത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങി അവിടെ നിന്ന് പമ്പയിലേക്ക് പുറപ്പെട്ടു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലൂടെയാണ് രാഷ്ട്രപതിയുടെ യാത്ര. ഏതായാലും പത്തനംതിട്ടക്കാർക്ക് അഭിമാനിക്കാം. ഭാരതത്തിൻ്റെ പ്രഥമ പൗര പത്തനംതിട്ടയുടെ മണ്ണിലെത്തി മാലയിട്ട് വ്രതം നോറ്റ് ഇരുമുടി കെട്ടി മല കയറാൻ പോവുകയാണ്.